ആരാണോ ഈ ബലരാമന്റെ കഥ യോ അനന്തസ്യ, ഈ അനന്തന്റെ ഗുണഗണങ്ങളെ കേൾക്കുന്നത്, വിഷ്ണോ സദയിതോ ഭവേൽ, അവര് ഭഗവാന് പ്രിയപ്പെട്ടവരായി തീരും, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി തീരും. ദ്വാരകാധീശനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അദ്ഭുത ഗൃഹസ്ഥാശ്രമ ലീലകളെയാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരുന്നത്. രുക്മിണി എന്ന ആ ധർമ്മപത്നിയെ തന്റെ മാറിലേക്ക് ചേർത്ത് ആലിംഗനം ചെയ്ത് സർവവിധത്തിലും സ്നേഹം കൊണ്ട് പ്രേമം കൊണ്ട് തന്നെ ബന്ധിച്ചതായ ആ ജീവന് മുൻപില് വശംവദനായി തീർന്ന ഭഗവാന്റെ കാരുണ്യത്തെ ഓർമ്മിപ്പിച്ച് പിന്നീട് ബാണയുദ്ധവും മൃഗമോക്ഷവും പൗണ്ഡ്രകവധവും വിവിധ ചരിതവും ബലരാമന്റെ യമുനാകർഷണം എന്ന ലീലയും ലക്ഷ്മണാവിവാഹവും ഒക്കെ ഭഗവാന്റെ മഹിമകളായി വ്യാസമഹർഷി കൂട്ടിച്ചേർത്തു ദശമസ്കന്ധത്തിൽ. ഇവിടെ ഈ ഭഗവാന്റെ കൃഷ്ണലീലകളെ സജ്ജനങ്ങളുടെ ഭാഗവതന്മാരുടെ ഭക്തന്മാരുടെ മുൻപിൽ പാടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു ശ്രീനാരദ ഋഷീശ്വരൻ. ഭക്തന്മാരുടെ മുൻപില് സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാന്റെ കഥകളെ പാടും നാരദാദികൾ. അല്ലെങ്കിൽ നാരദാദി ഋഷീശ്വരന്മാരെ കണ്ടാൽ അവരുടെ ചുറ്റുമായിട്ട് ഭക്തന്മാര് കൂടും അല്ലേ? ഇവിടെ ഇപ്പോ കുറച്ച് തേനോ പഞ്ചസാരയോ വീണാൽ ആരെങ്കിലും ഉറുമ്പിന് പോയിട്ട് വിവരം കൊടുക്കണുണ്ടോ? ആ വരുന്ന വഴിയിൽ കുറച്ച് തേനുണ്ട്, വേണമെങ്കിൽ പോയി കുടിച്ചോളൂ എന്ന് ആരെങ്കിലും വിവരം കൊടുത്തിട്ടാണോ? അല്ല. മധുരം എവിടെയുണ്ടോ അവിടേക്ക് ആ ഉറുമ്പുകൾ അന്വേഷിച്ചെത്തണില്ലേ? ഇതുപോലെ ഭക്തന്മാര് ഭാഗവതന്മാര് സജ്ജനങ്ങള് അവരെ കാണുമ്പോ അവരിൽ നിന്നും ഭഗവത് കഥാമൃതമാകുന്ന ആ ആനന്ദ മകരന്തത്തെ സ്വീകരിക്കാൻ സജ്ജനങ്ങള് ഒപ്പം കൂടും. അപ്പൊ നാരദ മഹർഷിയെ കാണുമ്പോഴേക്കും ഭക്തന്മാര് നാരദരുടെ ചുറ്റും ചേർന്ന് നാരദരോട് ചോദിക്കും, നാരദ മഹർഷേ, ഞങ്ങൾക്ക് ഭഗവാന്റെ കഥകളെ പാടിത്തരണേ, ഞങ്ങൾക്ക് ഭഗവാന്റെ കഥകളെ പാടിത്തരണേ. ഇങ്ങനെ ഭഗവത് കഥകളെ പാടിത്തരണേ എന്ന് തന്നോട് ആ സജ്ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നാരദർക്കുണ്ടാകുന്ന സന്തോഷം. കാരണം വീണ്ടും വീണ്ടും ആ ഭഗവത് കഥകളെ പാടാൻ തനിക്ക് സാധിക്കുമല്ലോ അല്ലേ? വസുദേവര് നാളെ കാണാം ഏകാദശ സ്കന്ധത്തില് നാരദരോട് ചോദിക്കുകയാണ്, നാരദരെ, ഈ ഭാഗവത ധർമ്മം എനിക്കൊന്ന് പറഞ്ഞു തരണം, ഭാഗവത ധർമ്മം ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ വസുദേവരോട് നാരദര് പറഞ്ഞു, വസുദേവരെ, അങ്ങയ്ക്കിനി ഭാഗവത ധർമ്മം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഭഗവാനെ മകനായി കിട്ടിയ അങ്ങയ്ക്ക് ഇനി എന്ത് ധർമ്മം? വൈരേണയം നൃപതയ ശിശുപാല പൗണ്ഡ്രസാൽവാദയോ ഗതിവിലാസവിലോകനാദീഹി. തന്നെ ശകാരിച്ച ശിശുപാലന് മോക്ഷം കൊടുത്ത കൃഷ്ണൻ, തനിക്ക് വിഷം തന്നു കൊല്ലാൻ ശ്രമിച്ച പൂതനയെ വിഷം കുടിച്ചു മോക്ഷം കൊടുത്തതായ കൃഷ്ണൻ, ആ കൃഷ്ണൻ അച്ഛാ അച്ഛാ എന്ന് വിളിച്ച് അങ്ങയോടൊപ്പം എപ്പോഴും നിൽക്കണുണ്ടെങ്കിൽ ആ ഭഗവാനെ പുത്രഭാവത്തിൽ സ്നേഹിച്ച് അങ്ങയ്ക്ക് മോക്ഷം തരും, ഉറപ്പ. അതുകൊണ്ട് അങ്ങയ്ക്ക് ഇനിയൊരു ഭാഗവത ധർമ്മം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയാം, അത് പറയാൻ പറ്റണതൊരു ഭാഗ്യല്ലേ, അത് വീണ്ടും വീണ്ടും പാടാൻ സാധിക്കണതൊരു ഭാഗ്യല്ലേ, അത് ഈ ലോകത്തിന് തന്നെ നാളെ ഒരു അനുഗ്രഹമാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നാരദര് വസുദേവർക്ക് മുൻപിൽ ഭാഗവത ധർമ്മം പറയാൻ പുറപ്പെടുന്നത്. അപ്പോ ഭഗവത് കഥകളുടെ പ്രത്യേകത, ഭാഗവതന്മാരുടെ പ്രത്യേകത, അവരുടെ മുൻപില് ഭഗവാന്റെ കഥകളെ കേൾക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആ സജ്ജനങ്ങളുടെ ശ്രദ്ധയില്, ആ ഭഗവത് കഥാപ്രേമത്തില് അവരിതാ സന്തോഷിക്കുന്നതാണ്. അപ്പൊ നാരദരെ കാണുമ്പോ ഭക്തന്മാര് നാരദരോട് ചോദിക്കും, നാരദര് ഭഗവത് കഥകളെ പാടിക്കൊടുക്കും. ഏതേത് അവതാര ലീലകളാണോ പ്രപഞ്ചത്തില് ഭൂമിയില് സംഭവിക്കുന്നത്, അതാത് അവതാര ലീലകളെ ലോകം മുഴുവൻ എത്തിക്കുന്നത് ഈ ഭാഗവതന്മാരാണ് അല്ലേ? ഇപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഗുരുവായൂരപ്പൻ എങ്ങനെ ഇത്ര പ്രശസ്തനായത്?
നമ്മൾ കുറച്ച് പബ്ലിസിറ്റി കിട്ടാൻ എത്ര മെനക്കെടുന്നു അല്ലേ? വിസിറ്റിംഗ് കാർഡ് അടിക്കുന്നു. 2-3000 കാർഡ് അടിച്ചിട്ടുണ്ട് വീട്ടിൽ. ആരും ചോദിക്കണമില്ല, ചെലവാകണമില്ല. എന്നാൽ ഗുരുവായൂരപ്പനൊരു വിസിറ്റിംഗ് കാർഡ് അടിച്ചു. രാവിലെ പേപ്പറിന്റെ ഒപ്പം എല്ലാ വീട്ടിലും ഓരോ നോട്ടീസ്. ഞാൻ ഇങ്ങനെ കുന്നംകുളത്തിന്റെ അടുത്ത് താമസം തുടങ്ങുന്നുണ്ട്, എല്ലാവരും പറ്റിയാ വന്നിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിസിറ്റിയും കൊടുക്കാണ്ടേ ഈ ഗുരുവായൂരപ്പൻ എങ്ങനെ ഇത്ര പ്രശസ്തനായത് അല്ലേ? കേരളത്തിൽ മാത്രല്ല, ഭാരതത്തിൽ മാത്രല്ല, ലോകത്തിൽ എവിടെ പോയിട്ട് ചോദിച്ചാലും ഗുരുവായൂരപ്പനെ അറിയാമെന്ന് ചോദിച്ചാൽ ഏത് വിദേശിയായ മദാമയാണെങ്കിലും യാ എന്ന് പറയണുണ്ടെങ്കിൽ എങ്ങനെയാ ഗുരുവായൂരപ്പൻ ഇത്ര പ്രശസ്തനായത്? അത് ഭാഗവതന്മാരിൽ കൂടിയാണ്. തിരുനാമാചാര്യന്മാരെ പോലെ, ഭാഗവത ഹംസങ്ങളെ പോലെയുള്ളതായ ഭാഗവതോത്തമന്മാര് ഗുരുവായൂരപ്പ ശരണം, ഗുരുവായൂരപ്പനാണ് സത്യം, ഗുരുവായൂരപ്പനെ ആശ്രയിക്കൂ എന്ന് ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് ഈ നാവ് കൊണ്ട് പാടി 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 ഗുരുവായൂരപ്പൻ ലോകത്തിന് മുഴുവൻ ഇതാ വെളിച്ചമായി. അപ്പൊ ഭഗവാന്റെ മഹിമ അത് ഈ ലോകത്തിൽ പരത്തുന്നത് ഭക്തന്മാരാണ്. അതുകൊണ്ട് ഭാഗവതന്മാര്, ഭഗവാന്റെ കഥകളെ പാടുന്ന സജ്ജനങ്ങള് അവരെന്നും ആഗ്രഹിക്കണത് എന്താന്ന് വെച്ചാൽ കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ മല്ലവൈരി പേരോലുന്ന കല്ലു വേണമോ ഏവം പരരക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്കെന്നെ ഭവസൂനോ ദേശം തോറും ചുറ്റിപ്പിക്കുമോ അല്ലേ? സജ്ജനങ്ങൾ എവിടെ ചേരുന്നുവോ, ഭക്തന്മാരെവിടെ ഒത്തുകൂടുന്നുവോ ആ സഭയിൽ ചെന്ന്, ആ സദസ്സിൽ ചെന്ന് ആ നീലക്കല്ലിനെ, ആ ഇന്ദ്രനീലവർണ്ണനായ ഭഗവാന്റെ മഹിമകളെ പാടാൻ സാധിക്കണേ. ഇതാണ് ഭക്തന്മാരുടെ ഭാവം എന്നുണ്ടെങ്കിൽ നാരദാദികൾ പാടിക്കൊടുക്കും കൃഷ്ണന്റെ മഹിമകള്. അത്തരത്തിൽ കൃഷ്ണലീലകളെ ലോകത്തിന് മുൻപില്, ഭക്തന്മാരുടെ മുൻപില് നാരദര് പാടിക്കൊടുക്കുമ്പോ ഇപ്പോ നാരദര് വർണ്ണിക്കുന്നത് ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ലീലകളെയാണ്. അപ്പൊ ഭക്തന്മാരുടെ മുൻപിൽ നാരദര് പറയും, ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോ ദ്വാരകയില് 16,108 ഭാര്യമാരോടൊപ്പം സുഖായിട്ട് കഴിയാണ്. ഇത് കേൾക്കുമ്പോ ചിലപ്പോ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ചില ആൾക്കാർ എണീറ്റിട്ട് ചോദിക്കും, അല്ല നാരദരെ, ഈ 16,108 ഭാര്യമാരുടെ ഒപ്പം സുഖായിട്ട് കൃഷ്ണൻ കഴിയുന്നുവോ? എന്തേ, ഇവിടെ ഒന്നുണ്ടായിട്ട് ഞങ്ങൾക്ക് സുഖം കിട്ടണില്ല. അപ്പോ ഈ കൃഷ്ണന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? 16,000-ലധികം കല്യാണം കഴിച്ച കൃഷ്ണന്റെ അവസ്ഥ എന്തായിരിക്കും? കുറച്ച് കൊല്ലം മുമ്പ് ഒരു ക്ഷേത്രത്തില്, ഒരു ഹാളിൽ ചെറിയൊരു പ്രഭാഷണം. ആ പ്രഭാഷണത്തില് ശങ്കരാചാര്യരുടെ ഈ ഭജഗോവിന്ദ എന്നുള്ള സ്തുതിയില് ഒരു വരി, കാത്തേ കാന്ത കസ്തേ പുത്ര സംസാരോയം അതീവ വിചിത്ര. കാതേ കാന്ത, ശങ്കരാചാര്യ, ആരാ നിന്റെ ഭാര്യ? ഒന്ന് ആലോചിക്കൂ അല്ലേ? ഇന്നലെ വരെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഏതോ വീട്ടിൽ വളർന്ന പെൺകുട്ടി, ആരുടെയോ മകള്, ഇന്നിപ്പോ കല്യാണം കഴിച്ചു. അയ്യോ എന്തൊരു സ്നേഹ, എന്റെ ഭാര്യ. ഇന്നലെ വരെ ആരാണെന്ന് തന്നെ അറിയില്ല. ഇതേ ഭാര്യ നാളെ ഒരു കുട്ടി ഉണ്ടാവുമ്പോഴേക്കും അമ്മയായി. അതേ അമ്മ ആ കുട്ടിക്കൊരു കുട്ടി ഉണ്ടാവുമ്പോഴേക്കും മുത്തശ്ശിയായി. ഇതേ അമ്മ സഹോദരിയുടെ അടുത്തെത്തുമ്പോ സഹോദരിയായി, അമ്മയുടെ അടുത്തെത്തുമ്പോ മകളായി. ഈ വേഷങ്ങളൊക്കെ ധരിക്കുന്നത് ഒരാളാ. അതുകൊണ്ട് സംസാരോയം അതീവ വിചിത്ര, ഈ ലോകം വളരെ വിചിത്രമാണ് എന്ന് ശങ്കരാചാര്യർ പറയുന്ന ഭാഗം. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം കാതേ കാന്ത, ആരാ നിങ്ങളുടെ ഭാര്യ? എന്താ ചോദ്യം. അപ്പൊ ഞാൻ അവിടെ ഓഡിയൻസ് ആയിട്ട് ശ്രോതാക്കളായിരിക്കുന്ന പുരുഷന്മാരെ നോക്കിയിട്ട് ചോദിച്ചു, ഒന്ന് ആലോചിച്ചു നോക്കൂ, ആരാ നിങ്ങളുടെ ഭാര്യ? അപ്പൊ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു, പ്രഭാഷണത്തിന് വന്നതേ അത് മറക്കാൻ വേണ്ടിയിട്ടാ. അപ്പോ ഏതായാലും ഇവിടെ ഈ കൃഷ്ണൻ
16,000-ലധികം ഭാര്യമാരുടെ ഇടയില് എങ്ങനെ കഴിയുന്നു? കൃഷ്ണന് പ്രാരബ്ധം ഉണ്ടാവില്ലേ? അല്ലേ? നമ്മുടെയൊക്കെ പ്രാരബ്ധത്തിന്റെ നിലവിളി കേട്ട് പഞ്ചസാരയും പാൽപായസവും കുടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീലകത്തിരിക്കുന്ന ആ ഭഗവാന്റെ പ്രാരബ്ധം 16,000-ലധികം ഭാര്യമാരുടെ ഇടയില് പെടാപ്പാടുപെടുന്ന ഒരു കൃഷ്ണൻ ഒന്ന് കാണണം. നേരിട്ട് കൃഷ്ണന്റെ ആ ഗൃഹസ്ഥാശ്രമലീലകളെ ഒന്ന് കണ്ടു മനസ്സിലാക്കണമെന്ന് തീരുമാനിച്ച് നാരദര് പുറപ്പെടുന്നു ദ്വാരകയിലേക്ക്. ഭഗവാന്റെ ഓരോ കൊട്ടാരത്തിലുമുള്ള അവസ്ഥ എന്താണ് എന്നറിയാൻ നാരദര് കയറിച്ചില്ല. അപ്പൊ പറഞ്ഞിട്ട് പോവാൻ പാടില്ല, അല്ലേ? ഒരു വീട്ടിലെ അവസ്ഥ അറിയാൻ നമ്മള് പറയാണ്ട് പോണം, അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും അതിഥികള് വരുന്നുണ്ടെന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സോഫാ സെറ്റിയൊക്കെ എന്ത് വൃത്തിയായിരിക്കും, ബെഡ്റൂമിലൊക്കെ എന്തൊരു നല്ല വൃത്തിയായിരിക്കും. പറയാണ്ട് വരണം. അപ്പൊ കാണാം സോഫയുടെ മുകളിൽ എന്തൊക്കെയാ കയറ്റി വെച്ചിരിക്കണമെന്ന്. അപ്പോ ഇവിടെ കൃഷ്ണന്റെ കൊട്ടാരത്തിലേക്ക് മുൻകൂട്ടി കൃഷ്ണനോട് ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ കൃഷ്ണനും ഭാര്യയും കൂടി അതെ ഇനി നാരദര് വന്നു പോണത് വരെ മിണ്ടരുത്, കഴിഞ്ഞിട്ട് ബാക്കി അയാള് പോട്ടെ എന്ന ഭാവത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനിടയുണ്ട്. അതുകൊണ്ട് പറയാണ്ട് കയറിച്ചു. ഇതാണ് നാരദരുടെ ഉദ്ദേശം. അപ്പൊ 16,108 കൊട്ടാരങ്ങളിൽ കൃഷ്ണൻ എന്തൊക്കെ ചെയ്യണോ, എന്തൊക്കെ അനുഭവിക്കണോ എന്നറിയണമെങ്കിൽ ഓരോ കൊട്ടാരത്തിൽ കയറി പരീക്ഷിക്കണമെങ്കിൽ ചിലപ്പോ കുറച്ചു കാലങ്ങളൊന്നും മതിയാവില്ല. നാരദർക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയില്ല. അതുകൊണ്ട് തന്നെ നാരദര് തീരുമാനിച്ചു ദ്വാരകയിലൊരു മിന്നൽ പരിശോധന. ബ്രാഹ്മ മുഹൂർത്തത്തില് ഗോപുരം തുറന്ന് ആ രാജവീതിയിലേക്ക് നാരദര് പ്രവേശിക്കുമ്പോഴേക്കും 16,108 കൊട്ടാരങ്ങള്, അല്ലേ? നമ്പർ ഇട്ടിട്ട് ഗേറ്റിന്റെ മുമ്പിൽ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ അതിഗംഭീരമായിട്ട് നീളത്തിൽ കിടക്കുക. ഏതായാലും കയറി ആദ്യത്തെ കൊട്ടാരത്തിലേക്ക് നോക്കുമ്പോ അവിടെ വെളിച്ചൊന്നുമില്ല. ഇപ്പൊ മനസ്സിലായി എഴുന്നേറ്റിട്ടില്ല, ഉറങ്ങാവൂ. അടുത്ത കൊട്ടാരത്തിലേക്ക് കയറുമ്പോഴേക്കും അവിടെ ഒരു മുറിയുടെ ഉള്ളിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. ജനലിന്റെ ഉള്ളിൽ കൂടി നാരദര് നോക്കിയപ്പോ അവിടെ കണ്ടത് ധ്യായന്തമേകമാസീനം. പ്രഭാതത്തിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുദ്ധമായ ജലം കൊണ്ട് തന്റെ കൈകാലുകളെ മുഖമൊക്കെ കഴുകി ഭഗവാൻ പത്മാസനത്തിലിരുന്ന് കണ്ണുകളെ അടച്ച് ധ്യാനിച്ചിരിക്കുന്ന രംഗമാ കണ്ടത്. സാക്ഷാൽ ബദരീനാരായണ മൂർത്തിയായ ആ ഭഗവാനെ കണ്ടു. അപ്പൊ ഭഗവാൻ കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചു എന്ന് കേൾക്കുമ്പോ ചിലപ്പോ നമുക്ക് തോന്നും, അല്ല മൂപ്പരിപ്പ ആരെയാ ധ്യാനിക്കുന്നുണ്ടാവുക? നമ്മളൊക്കെ കണ്ണടച്ച് ആരെയാ ധ്യാനിക്കുക? നമ്മളൊക്കെ കണ്ണടച്ച് ആരെയാ ധ്യാനിക്കുക? നമ്മളൊക്കെ കണ്ണടക്കണത് ഉറങ്ങാൻ വേണ്ടിയിട്ടാ, അല്ലേ? നമ്മൾ കണ്ണടയ്ക്കുമ്പോ ഭഗവാനെയാ ധ്യാനിക്കുക. അപ്പൊ ഭഗവാൻ ആരെയായിരിക്കും ധ്യാനിക്കുന്നുണ്ടാവുക? ഭാഗവതത്തിൽ പറഞ്ഞു ആത്മാനം തമസപ്പരം. ഭഗവാൻ തന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. നാരദർക്ക് തോന്നി ഒരു തടസ്സമാവണ്ട. അടുത്ത കൊട്ടാരത്തിലെത്തുമ്പോഴേക്കും ഭഗവാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന രംഗം. വെളിച്ചായതേ ഉള്ളൂ. വാതില് തുറക്കുമ്പോ തന്നെ കണ്ടത് വീണയും പിടിച്ചു നിൽക്കുന്ന നാരദരെ. ഭഗവാന്റെ മുഖത്ത് ആകപ്പാടൊരു വേവലാതി. നാരദരെ, അങ്ങ് ഇത്ര രാവിലെ വരുന്ന ഞാൻ കുളിക്കാൻ പുറപ്പെടുന്നേ ഉള്ളൂ. സത്യം പറയാം, കുറച്ച് വൈകിപ്പോയി, എണീക്ക, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം, അങ്ങ് ഇവിടെ ഇരിക്കൂ. അല്ല, എനിക്ക് തിരക്കുണ്ട് അടുത്ത കൊട്ടാരത്തില്. അവിടെ പോകുമ്പോഴേക്കും കുട്ടികളോടൊപ്പം ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ഒരു കൃഷ്ണൻ മറ്റൊരു കൊട്ടാരത്തില്, കുതിരകളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ മറ്റൊരു കൊട്ടാരത്തില്, ഉദ്ധവനുമായി രാജകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൃഷ്ണൻ മറ്റൊരു കൊട്ടാരത്തില്, ഭാര്യമാരോടൊപ്പം ജലക്രീഡ ചെയ്യുന്നതായ കൃഷ്ണൻ മറ്റൊരു കൊട്ടാരത്തില്, ദേവകിയുടെ മടിയിൽ തലവെച്ച് ആ അമ്മയുടെ പൊന്നുണ്ണിയായിട്ട് കിടക്കുന്നതായ കൃഷ്ണൻ മറ്റൊരു കൊട്ടാരത്തില്, ബലരാമേട്ടനോടൊപ്പം ഒത്തുചേർന്ന് പല തമാശകളും പറഞ്ഞു ചിരിക്കുന്നതായ കൃഷ്ണൻ മറ്റൊരു കൊട്ടാരത്തില്,
കുട്ടികളെ ആയുധ പരിശീലനം കൊടുക്കുന്നതായി കൃഷ്ണൻ മറ്റൊരു കൊട്ടാരത്തില് ഏതോ ഒരു ഭാഗവതൻ പാടുന്ന പുരാണ കഥകളെ ഭാര്യയും മക്കളെയും ഒപ്പം ഇരുത്തി ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശ്രോതാവായ കൃഷ്ണൻ മറ്റൊരു കൊട്ടാരത്തില് കുട്ടികളെ മടിയിലിരുത്തി ആ കഥകൾ പാടിക്കൊടുക്കുന്നതായ ഒരു കൃഷ്ണൻ മറ്റൊരു കൊട്ടാരത്തില് ധർമ്മപത്നിയോടൊപ്പം ചതുരംഗം കളിച്ചു കൊണ്ടിരിക്കുന്നതായ കൃഷ്ണൻ മറ്റൊരു കൊട്ടാരത്തില് ധർമ്മപത്നിയോടൊപ്പം ധർമ്മസല്ലാപം ചെയ്യുന്നതായ കൃഷ്ണൻ. ഇങ്ങനെ ഓരോ 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 കൊട്ടാരങ്ങളിലും ഭഗവാന്റെ ഓരോ വിധത്തിലുള്ള ഭാവങ്ങളെ നാരദര് ദർശിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്ക് എന്തായെന്ന് വെച്ചാൽ ഓരോ കൊട്ടാരത്തിലെയും സമയങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങി. ഒരു കൊട്ടാരത്തിൽ പ്രഭാതമാണെങ്കിൽ അടുത്ത കൊട്ടാരത്തിൽ മധ്യാഹ്നം, അടുത്ത കൊട്ടാരത്തിൽ സായാഹ്നം. ഒരു കൊട്ടാരത്തിലേക്ക് നാരദര് കയറി ചെല്ലുമ്പോഴേക്കും ഭഗവാൻ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണ സമയം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഭഗവാൻ അങ്ങനെ തയ്യാറായിരിക്കുമ്പോഴാണ് നാരദരുടെ വരവ്. നാരദരെ കണ്ടതും ഭഗവാന് സന്തോഷമായി. നാരദ മഹർഷേ, വേഗം വരൂ, ഒപ്പം ഇരിക്കാം, ഭക്ഷണം കഴിക്കാം. നാരദര് വേഗം സമയം നോക്കി. 8:30, സപ്താഹത്തിന്റെ സമയം തന്നെ. വേഗം ഭഗവാന്റെ അടുത്തിരുന്ന് കഴിക്കൂ കഴിക്കൂ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഭഗവാൻ ധാരാളം ഭക്ഷണമൊക്കെ കൊടുത്തു. പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നാരദരടുത്ത തൊട്ടപ്പുറത്തുള്ള കൊട്ടാരത്തിലേക്ക് കയറുമ്പോഴേക്കും അവിടെ ഒരു കൃഷ്ണൻ മുറ്റത്ത് തന്നെ കിണ്ടിയിൽ വെള്ളവും കുറച്ച് പൂവൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. നാരദരെ കണ്ടപ്പോഴേക്കും എന്തൊരു സന്തോഷം അറിയോ. ഓടി വന്നു നാരദരെ വീണങ്ങ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, നാരദ മഹർഷേ, ഇന്ന് രാവിലെ മുതല് എന്റെ മനസ്സിങ്ങനെ പറഞ്ഞു, എന്ത് നാരദരുണ്ടാവും, ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നാരദരുണ്ടാവും, ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നാരദരുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഊണ് കഴിക്കാൻ കാത്തു നിൽക്കുക. 8:30-ക്കോ ഊണ് കഴിക്കാനോ? എന്തായി കൃഷ്ണൻ പറയണത്? ഏതായാലും കാലൊക്കെ കഴുകിച്ച് നാരദർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴേക്കും അവിടെ ഗംഭീരമായിട്ടുള്ള സദ്യ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു തൂശനില അവണപ്പലേക്കൊക്കെ വെച്ചിട്ടുണ്ട്. നാരദരെ ഇരിക്കാം, ഊണ് കഴിക്കാം. നാരദര് പറഞ്ഞു, ഇപ്പൊ എന്തിനാ ഊണ് കഴിക്കണത്? അയ്യോ നാരദരെ, സമയം നോക്കൂ, 2 മണിയാവാറായി. 2 മണിയോ? അപ്പുറത്തെ കൊട്ടാരത്തിൽ 8:30, ഇവിടെ 2 മണിയോ? നാരദര് നോക്കുമ്പോഴേക്കും സംഗതി ശരിയാ, ക്ലോക്കിൽ 2 മണി. ബാറ്ററി തീർന്നതാവും എന്ന് വിചാരിച്ച് നാരദര് വേഗം പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് നോക്കി. എന്തേ, സൂര്യനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. നോക്കുമ്പോ ആ കൊട്ടാരത്തിന്റെ നേരെ മുകളിലാണ് സൂര്യൻ. അപ്പൊ പിന്നെ ഉച്ച സമയം തന്നെ. അവിടുന്ന് അടുത്ത കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴേക്കും ഭഗവാൻ ചോദിക്കുക, അല്ല നാരദരെ, ഇത് എവിടുന്ന ഈ സന്ധ്യാസമയത്ത് കയറി? സന്ധ്യാസമയോ? നോക്കുമ്പോ അവിടെ ആ കൊട്ടാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ അങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുക. അടുത്ത കൊട്ടാരത്തിലെത്തുമ്പോഴേക്കും അവിടെ വീണ്ടും പ്രഭാതം. കുറച്ചു കഴിഞ്ഞപ്പോ ഋതുക്കൾ മാറാൻ തുടങ്ങി. ഒരു കൊട്ടാരത്തില് പെരുമഴയാ. നാരദര് നനഞ്ഞു കുളിച്ചു. ഭഗവാൻ വേഗം കൊടയെടുത്ത് ഓടി വന്ന് നാരദരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തോർത്താൻ തോർത്തും കൊണ്ടൊക്കെ കൊടുത്തു. എന്താ നാരദരെ, ഇത്രയും വലിയ മഴക്കാലത്ത് ഒരു കൊടയെടുത്തിട്ട് വന്നൂടെ എന്നൊക്കെ ചോദിച്ചു. ഏതായാലും ഞാൻ ഒരു കൊട സമ്മാനമായിട്ട് തരാം. നാരദർ ആ കൊടയൊക്കെ ചൂടി അടുത്ത കൊട്ടാരത്തിലെത്തുമ്പോ അവിടെ വേനൽക്കാല. ഭഗവാൻ ചോദിച്ചു, ഇതെന്താ നാരദരെ, ഈ വേനൽക്കാലത്ത് മഴയൊന്നുമില്ലല്ലോ, പിന്നെ ഇതിനാ കൊടയെടുത്തിട്ട് വന്നത്? മറ്റൊരു കൊട്ടാരത്തിലെത്തുമ്പോഴേക്കും അവിടെ ഭഗവാന്റെ കൊട്ടാരം മുഴുവൻ മഞ്ഞു വന്നിട്ട് മൂടിയിട്ടുണ്ട്. കണ്ടാൽ നാരദർക്ക് തോന്നി ബദരീനാഥ ക്ഷേത്രമാണോ എന്ന് തോന്നി. ആ വിധത്തില് മഞ്ഞു വന്ന് മൂടിയിട്ടുണ്ട് ആ കൊട്ടാരം മുഴുവൻ. മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. മരങ്ങളൊക്കെ ആ മഞ്ഞ് നിറഞ്ഞിട്ടുണ്ട്. കൊടും തണുപ്പ്. ആ തണുപ്പിൽ കൂടി ഭഗവാന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കുള്ള വഴി ഏതാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്പിളിക്കുപ്പായവും മങ്കിത്തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഏതോ ഒരാൾ ഓടി വരുന്നുണ്ട്. ഇതാരായി ഓടി വരുന്ന ആള്? നോക്കുമ്പോ ഒരു മയിൽപ്പീലി ഇങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട്. അപ്പൊ ആളെ മനസ്സിലായി. വേഗം വന്ന ആ നാരദരെ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ചോദിച്ചു, എന്താ നാരദ മഹർഷി ഇത്? ഈ തണുപ്പിന് ഞങ്ങൾക്ക് 2 കമ്പിളി പുറപ്പ് പുറച്ചിട്ടുണ്ട്, ഷർട്ടും കൂടി ഇടാണ്ട്, ഇതെങ്ങനെയാ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കമ്പിളിക്കുപ്പായവും തലയിലൊരു തൊപ്പിയൊക്കെ കൊടുത്തു. തൊട്ടപ്പുറത്തെ കൊട്ടാരത്തിലേക്ക് എത്തുമ്പോ ഭഗവാൻ തലയിൽ കൈവച്ച് ചിരിക്കുന്നുണ്ട്. ഈ പൊരി വെയിലത്ത് കമ്പിളിക്കുപ്പായം ഇട്ടിട്ട് എന്താ നാരദരെ അങ്ങേക്ക് പറ്റിയത്? അവിടെ വേനൽക്കാല. ഋതുക്കൾ മാറി, കൊട്ടാരങ്ങൾ മാറി, സമയം മാറി. പക്ഷേ മാറാത്തതായിട്ടൊന്നു മാത്രം, അത് കൃഷ്ണനായിരുന്നു. ഇവിടെ
ഓരോ കൊട്ടാരങ്ങളിലും ഓരോ വിധത്തിലുള്ളതായ ഭഗവാന്റെ ഭാവങ്ങളെ ദർശിച്ചതായ നാരദർക്ക് ഒരു കാര്യം ബോധ്യമായി. ഭഗവാൻ സർവാന്തര്യാമിയാണ്, സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്. സർവതരത്തിലും ഈ പ്രപഞ്ചത്തിലെ അണോരണീയാൻ മഹതോ മഹീയാൻ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന പരമപ്രകാശമാണ് ഈ കൃഷ്ണൻ എന്ന് മനസ്സിലാക്കിയപ്പോ നാരദർക്കൊരു മോഹം. കൃഷ്ണനാട്ടം ഇനി അധികകാലമില്ല. ഭഗവാന്റെ കൃഷ്ണലീലകള് സമർപ്പിച്ച് ഭഗവാൻ തിരിച്ചെഴുന്നള്ളതിന് മുമ്പ് ലോകം മുഴുവൻ കൃഷ്ണനെ ഒന്ന് പൂജിക്കണം. അതിനൊരു രംഗം, ഒരു വേദി ഒരുക്കാൻ നാരദര് തീരുമാനിച്ചു. അങ്ങനെയാണ് പാണ്ഡവന്മാരെ ചെന്ന് കണ്ട് നാരദര് രാജസൂയം എന്ന യാഗം നടത്താനായി അറിയിക്കുന്നത്. ആ വിധത്തിൽ നാരദരുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവന്മാര് യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ രാജസൂയ യാഗം നടത്താനായി തീരുമാനമെടുത്തു. 18 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മഹായജ്ഞം. ആ യജ്ഞത്തിന് ഭഗവാനെ ക്ഷണിക്കാനായി നാരദര് തന്നെ ദ്വാരകയിലേക്ക് പുറപ്പെടുന്നു. സുധർമ്മ എന്ന ഭഗവാന്റെ രാജ്യസഭയിലെത്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിലേക്ക് നമസ്കരിച്ചതായ നാരദര് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, പാണ്ഡവശ്രേഷ്ഠനായ യുധിഷ്ഠിരൻ രാജസൂയം എന്ന ഒരു യജ്ഞം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോഴേക്കും ഭഗവാന്റെ താമരക്കണ്ണുകൾ വികസിച്ചു. എന്തൊരു സന്തോഷാറിയോ ഭഗവാന്. കാരണം യജ്ഞോ യജ്ഞപതിരി യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞീ യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം ആയിട്ടുള്ളതായ ആ യജ്ഞസ്വരൂപനായ ഭഗവാന ഒരു യജ്ഞം പാണ്ഡവന്മാര് നടത്തുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഉണ്ടായ സന്തോഷത്തിന് അതിരില്ല. നന്നായി നന്നായി എന്ന് ഭഗവാൻ അങ്ങനെ അനുമോദിച്ചപ്പോ നാരദര് പറഞ്ഞു, ഞാൻ വന്നത് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നന്നായി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ, അങ്ങ് എഴുന്നള്ളണം ദ്വാരകയിലേക്ക്. ആ ദ്വാരകയിലേക്ക് വന്ന് സർവവിധത്തിലും ആ യജ്ഞത്തെ, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്ന് ആ യജ്ഞത്തെ അങ്ങ് ഭംഗിയാക്കണം. അതിന് രാജസൂയ യാഗത്തിന് അങ്ങയെ ക്ഷണിക്കാനായിട്ടാണ് ഞാൻ വന്നത്. കേൾക്കേണ്ട താമസം ഭഗവാൻ പറഞ്ഞു, എന്നാ പിന്നെ പുറപ്പെടാം. അങ്ങനെ ഒറ്റയ്ക്കല്ല, പിന്നെയോ, പാണ്ഡവന്മാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രാജസൂയ യാഗത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ വരണം? കുടുംബസമേതം വരണം എന്നാണ് ക്ഷണം. കുടുംബസമേതം വരണം എന്നാണ് ക്ഷണം. ഇത് കേട്ടപ്പോ ഭഗവാൻ ഒന്ന് ചിരിച്ചു. നാരദരെ, ബാക്കിയുള്ളവരെ കുടുംബസമേതം എന്ന് ക്ഷണിക്കണ പോലെയല്ല. എന്നെ കുടുംബസമേതം എന്നൊക്കെ ക്ഷണിക്കുമ്പോ ഒന്നാലോചിച്ചിട്ട് വേണം പറയാം. എന്തേ, ഇവിടെ നിന്ന് 1 2 ഒന്നുമല്ല, 16,000-ലധികം ഭാര്യമാര്, അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാര്, അവരുടെ കുട്ടികള് ഒക്കെ കൂടി പുറപ്പെട്ടാൽ പിന്നെ രാജസൂയ യാഗത്തിന് അവിടെ സ്ഥലം ഉണ്ടാവില്ല. എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അങ്ങ് വരണം എന്ന് പറയേണ്ട താമസം ഭഗവാൻ തന്റെ ആ കുടുംബ അംഗങ്ങളെ മുഴുവൻ ചേർത്ത് അതിഗംഭീരമായിട്ടൊരു ഘോഷയാത്ര രാജസൂയ യാഗത്തിന് പാണ്ഡവന്മാരത ഒരുക്കങ്ങൾ തുടങ്ങി. എവിടെ നോക്കിയാലും ഭഗവാന്റെ മഹാലക്ഷ്മിമാരും ഭഗവാന്റെ മക്കളും രാജസൂയ യാഗത്തിന് ഞങ്ങൾ എന്ത് ചെയ്തു തരണം എന്ന ഭാവത്തിൽ പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് കൈങ്കര്യങ്ങളെ ചെയ്തു. അതിൽ ദിഗ്വിജയം ചെയ്യാൻ പുറപ്പെട്ടതായ രംഗത്തിൽ പ്രധാന ശത്രുവായ മഗധയിലെ ജരാസന്ധനെ ഭഗവാൻ ഭീമസേനനെ നിമിത്തമാക്കി വധിച്ചു. ജരാസന്ധന്റെ തടവറയിൽ കഴിഞ്ഞ 20,000-ലധികം രാജാക്കന്മാരെയും ഭഗവാൻ മോചിപ്പിച്ചപ്പോ അവരെല്ലാവരും കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ എന്ന് സകലതരത്തിലുള്ളതായ ക്ലേശങ്ങളെയും നശിപ്പിച്ചതായ ആ ഭഗവാന്റെ പാദത്തിലേക്ക് വീണ് നമസ്കരിച്ച് സ്തുതിച്ചു. അവരെയൊക്കെ വേണ്ടതുപോലെ ഭഗവാൻ അനുഗ്രഹിച്ചു. രാജസൂയം എന്ന മഹായാഗം ആരംഭിച്ചു. ആ യാഗത്തിന്റെ പ്രധാന രംഗത്തിൽ ലോകം ആരാധിക്കുന്ന ഒരു വ്യക്തിയെ പൂജിക്കേണ്ടതായ മുഹൂർത്തമായപ്പോ എല്ലാവരും ചേർന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ സ്വർണ സിംഹാസനത്തിലേക്ക് എടുത്തിരുത്തി ഭഗവാന്റെ തൃപ്പാദങ്ങളെ അഭിഷേകം ചെയ്യുന്നതായ രംഗം. കൃഷ്ണാവതാരത്തിന്റെ പരമാവധി സൗന്ദര്യം തന്നിലേക്ക് ആവാഹിച്ചു ഭഗവാൻ. രാജസൂയ യാഗരംഗത്തിലെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യം കണ്ട് കൂടി നിന്ന സകല ഭക്തന്മാരും കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ എന്ന് നാമം ജപിച്ചു. ഒരാൾ ഒഴികെ. ആര്? ശിശുപാലൻ. സഹിച്ചില്ല ശിശുപാലന്. തനിക്ക് നിശ്ചയിച്ചതായ രുക്മിണിയെ കട്ടെടുത്ത ഈ യാദവനായ കൃഷ്ണനെ ഇങ്ങനെ പൂജിക്കേണ്ട ആവശ്യം എന്താ എന്ന ഭാവത്തിൽ
താനിരിക്കുന്ന പീഠത്തിന് മുകളിൽ കയറി നിന്ന് ശിശുപാലൻ കൃഷ്ണനെ ശകാരിക്കാൻ തുടങ്ങി. ശകാരം അതിര് കടന്നതും ഭഗവാൻ തന്റെ ചക്രായുധത്തെ അയച്ചു. ആ സുദർശന ചക്രം ശിശുപാലന്റെ ശിരസ് ഛേദിച്ചു. സകലരും നോക്കി നിൽക്കെ ശിശുപാലന്റെ ശരീരത്തിൽ നിന്നൊരു ജ്യോതിസ് ഉയർന്നു വന്ന് ശ്രീകൃഷ്ണ പാദങ്ങളിലേക്ക് ലയിക്കുന്നതായ സദ്ഗതി. തിരുനാമം ജപിച്ചവർക്കൊപ്പം തന്നെ ശകാരിച്ച് ശിശുപാലന് പോലും കാരുണ്യം കൊടുത്തതായ ആ രാജസൂയ മഹായാഗ രംഗത്തിലെ അഭിഷേക രംഗത്തെ പാടി സർവവിധത്തിലും രാജസൂയം എന്ന യാഗത്തോടുകൂടി പാണ്ഡവന്മാരുടെ യശസ് ലോകം മുഴുവനും പരന്നു. നക്ഷത്രക്കൂട്ടത്തിനിടയിൽ ചന്ദ്രൻ ശോഭിക്കുന്നത് പോലെ ലോകരാജാക്കന്മാരുടെ ഇടയിൽ യുധിഷ്ഠിര മഹാരാജാവിന്റെ യശസ് വളരെയധികം ഉയർന്നു എന്നവിടെ വർണ്ണിച്ചു. ഇവിടെ പാണ്ഡവന്മാർക്ക് മയൻ എന്നുള്ളതായ ഒരു അത്ഭുത ശില്പി ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുത്തു. എന്താ ഈ കൊട്ടാരത്തിന്റെ പ്രത്യേകത? ജല സ്ഥല ദൃശി ഭ്രമമുള്ള ഒരു മായ കൊട്ടാരം. വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടെന്ന് തോന്നും, വെള്ളമുള്ള സ്ഥലത്ത് വെള്ളമില്ലാന്ന് തോന്നും. ഇങ്ങനെ ഒരു കൊട്ടാരം പാണ്ഡവന്മാർക്ക് സ്വന്തമായി കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോ ധാർത്തരാഷ്ട്രന്മാര്, ദുര്യോധനാദികൾ, കൗരവന്മാര് പുറപ്പെടുന്നു. പാണ്ഡവന്മാർക്ക് അങ്ങനെ ഒരു കൊട്ടാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം എന്ന് പുറപ്പെട്ട ദുര്യോധനനും 99 അനിയന്മാരും ആ കൊട്ടാരത്തിനകത്തുള്ളതായ വെള്ളത്തിലേക്ക് മൂക്കുകുത്തി വീണു. വെള്ളമില്ലാന്ന് വെച്ച് കാല് നീട്ടിവെച്ച് വെള്ളത്തിലേക്ക് വീണതായ ദുര്യോധനാദികള് ആ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി വെള്ളം കുടിച്ചപ്പോ കൊട്ടാരത്തിനകത്തുള്ള സകലരും ഇത് കണ്ടു പൊട്ടിച്ചിരിച്ചു. എല്ലാവരും ചിരിച്ചു. ഇവിടെ പാഞ്ചാലിയുടെ ചിരി കുറച്ചുറക്കെ ആയിപ്പോയി. ഇത് ദുര്യോധനന് സഹിച്ചില്ല. ഒരു രാജസൂയ യാഗം കഴിയുമ്പോഴേക്കും വെറുമൊരു പെണ്ണായ നിനക്ക് ഇത്ര അഹങ്കാരം തലയിൽ വന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സഭയിൽ വെച്ച് നിന്നെ ഞാൻ കരയിക്കും എന്ന് ദുര്യോധനൻ മനസ്സില് ഒരു സത്യപ്രതിജ്ഞ കുറിച്ചിട്ടു. എപ്പോഴാണോ ദുര്യോധനന്റെ ഉള്ളില് ഇങ്ങനൊരു സത്യപ്രതിജ്ഞ കഴിഞ്ഞത്, ആ നിമിഷം സ്വർണസിംഹാസനത്തിലിരിക്കുന്ന ഭഗവാന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായി. ആ പുഞ്ചിരിയുടെ അർത്ഥം മറ്റൊന്നുമല്ല, തന്റെ കൃഷ്ണാവതാര കർത്തവ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കുരുക്ഷേത്ര മഹായുദ്ധം, മഹാഭാരത യുദ്ധം, ആ യുദ്ധത്തിനുള്ളതായ വിത്ത് മുളപ്പിച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ കാലസ്വരൂപനായ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ രാജസൂയ യാഗവേദിയിൽ ശോഭിച്ചു എന്ന് വർണ്ണിച്ചുകൊണ്ടാണ് രാജസൂയം എന്ന ഈ കഥാതീർത്ഥം. എപ്രകാരമാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപാദത്തെ അഭിഷേകം ചെയ്ത് ആ പാദതീർത്ഥത്തെ ശിരസിൽ ധരിച്ച് പാണ്ഡവന്മാര് ശരീരത്തെയും ഹൃദയത്തെയും മനസ്സിനെയും ശുദ്ധമാക്കിയത്, ആ ഒരു ഭാവം ഈ ഒരു കഥാതീർത്ഥം നമ്മൾ ശ്രവിച്ചാൽ നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം അവിടെ സമർപ്പിച്ചത്. പിന്നീട് ദന്തവക്ത്രനെയും മറ്റും ഭഗവാൻ വധിക്കുന്നതായ രംഗത്തെ പാടി 2 അധ്യായങ്ങളെ കൊണ്ട് ബലരാമസ്വാമിയുടെ തീർത്ഥാടനം എന്ന പ്രകരണമാണ് പിന്നീട് വർണ്ണിച്ചത്. മഹാഭാരത യുദ്ധം തീരുമാനമെടുത്തപ്പോ ഇത് ബലരാമന് വലിയ ധർമ്മസങ്കടത്തെ കൊടുത്തു. എന്താ ബലരാമന് ധർമ്മസങ്കടം എന്നാണെങ്കിൽ, ഒരു ഭാഗത്ത് തന്റെ സഹോദരനായ കൃഷ്ണനടക്കമുള്ള ബന്ധുക്കളായ പാണ്ഡവന്മാരും, മറുഭാഗത്ത് തന്റെ വത്സല ശിഷ്യനായ ദുര്യോധനന്റെ നേതൃത്വത്തിലുള്ള ധാർത്തരാഷ്ട്രന്മാരും. അപ്പോ ഇതിലേത് പക്ഷത്ത് ചേരും എന്നൊരു സംശയം ബലരാമനുണ്ടായി. ശിഷ്യനായ ദുര്യോധനന്റെ ഒപ്പം നിന്നാൽ അനുജനായ കൃഷ്ണന് ബുദ്ധിമുട്ടാവും. എന്നാൽ അനുജനായ കൃഷ്ണനോടും പാണ്ഡവന്മാരോടൊപ്പം നിന്നാൽ തന്റെ ശിഷ്യന് ബുദ്ധിമുട്ടാവും. ഒരു കാര്യം ചെയ്യാം, യുദ്ധം നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായാലല്ലേ കുഴപ്പമുള്ളൂ. ബലരാമൻ എന്ത് ചെയ്തു? പതുക്കെ ആ ദ്വാരകയിൽ നിന്ന് ഒരു തീർത്ഥാടനം എന്ന ഭാവത്തില് സ്ഥലം വിട്ടു. എത്രയോ പുണ്യദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച്, എത്രയോ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത്, എത്രയോ പുണ്യക്ഷേത്രങ്ങളിൽ ദർശിച്ച് ഒടുവിലിതാ ബലരാമസ്വാമി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോഴേക്കും യാതൊന്ന് കാണണ്ട എന്ന് കരുതിയോ അത് തന്നെ കാണേണ്ടി വന്നു. മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആ യുദ്ധഭൂമിയിൽ ഭീമസേനനും ദുര്യോധനനും തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗം കണ്ടപ്പോ ബലരാമൻ തടയാൻ പുറപ്പെട്ടു. നിങ്ങൾ തുല്യബലമുള്ളവരാണ്, സഹോദരന്മാരാണ്, തമ്മിലിടിച്ച് നശിക്കാൻ ഇടവരരുതേ എന്ന് ബലരാമൻ പറഞ്ഞപ്പോ ദുര്യോധനൻ ഗദയുമെടുത്ത് ബലരാമന്റെ നേരെ ഒരു ചാട്ടം ചാടി. ശിഷ്യന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നായപ്പോ ബലരാമൻ തന്റെ തീർത്ഥാടനം വീണ്ടും തുടർന്നു എന്ന് വർണ്ണിച്ച് ആരാണോ ഈ ബലരാമന്റെ കഥ യോ അനന്തസ്യ, ഈ അനന്തന്റെ ഗുണഗണങ്ങളെ കേൾക്കുന്നത്
വിഷ്ണോ സദയിതോ ഭവേൽ. അവര് ഭഗവാന് പ്രിയപ്പെട്ടവരായി തീരും, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി തീരും എന്ന് സൂചിപ്പിച്ചു. ബലരാമന്റെ കഥ കേട്ടാൽ മതി പരീക്ഷിത്തെ, കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് ഗുരുനാഥൻ പറഞ്ഞപ്പോ കഥ കേൾക്കുന്നതായ പരീക്ഷത്തിനൊരു സംശയം, ബലരാമന്റെ കഥ തന്നെയാണോ വീണ്ടും ഗുരുനാഥൻ പറയാൻ പുറപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് കേൾക്കേണ്ടത് ബലരാമന്റെ കഥയല്ല, പിന്നെയോ എന്റെ കൃഷ്ണന്റെ കഥകള്. അത് കേട്ടെനിക്ക് മതിയായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വിസ്തരിച്ച് ആ മുക്തി നൽകാൻ കഴിവുള്ള മുക്തി മന്ത്രപ്പെരുമാളായ മുകുന്ദന്റെ കഥകളെ പാടിത്തരണേ, കണ്ണന്റെ കഥകളെ പാടിത്തരണേ എന്ന് പരീക്ഷിത്ത് പ്രാർത്ഥിക്കുമ്പോ പിന്നീട് ഭഗവാന്റെ സതീർത്ഥ്യനായ പരമഭക്തനായ സുദാമാവിന്റെ ചരിതമാണ് പരീക്ഷിതനായി ഉപദേശിച്ചത്.